ഒഴിഞ്ഞ വീട്ടിൽ അനധികൃതമായി അതിക്രമിച്ചു കയറി നിസ്കരിക്കാൻ ശ്രമിച്ച 12 പേരെ ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. യുപിയിൽ വീണ്ടും മതപരമായ വിഷയങ്ങൾ ഉയർത്തി നാട്ടിൽ ആക്രമണം നടത്താനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം ഈ പ്രവൃത്തി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അനുമതിയില്ലാതെ തന്നെ ഒരു സ്ഥലത്ത് പുതിയ മതപരമായ പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ ഒത്തുകൂടുകയോ ചെയ്യുന്നത് അത് നിയമലംഘനമാണ്. ഇത് നിലനിൽക്കെയാണ് ഇത്തരമൊരു പ്രവൃത്തി അവർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിസ്കരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഹനീഫ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ കഴിഞ്ഞ കുറച്ചധികം ആഴ്ചകളിലായി തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്നും രേഖാമൂലമുള്ള അനുമതിയോ സാധുവായ രേഖകളോ ഇല്ലാതെ തന്നെ താൽക്കാലികമായി തന്നെ അത് മദ്രസയാക്കി മാറ്റിയതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമവാസികളും ഇതേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻകൂട്ടി അനുമതി വാങ്ങാതെ മതപരമായ ചടങ്ങുകളിലോ ഒത്തുചേരലുകളോ നടത്തുന്നത് നിയമലംഘനമാണ്. ഇത്തരം പ്രവർത്തികൾ അവിടെ ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സമാധാന ലംഘനവുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ 12 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ മറ്റു 3 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ്. ഹനീഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ വീടും സ്ഥലവും. ഇവിടെ വെള്ളിയാഴ്ചകളിലെ നമസ്കാരം, അതായത് ആ നിസ്കരിക്കുന്ന സമയത്തായി തന്നെ താൽക്കാലികമായി ഉപയോഗിക്കുന്നത് അത് വലിയ രീതിയിലുള്ള കുറ്റമായി തന്നെ അത് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനായി തന്നെ രേഖാമൂലമുള്ള അനുമതിയോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഒന്നും തന്നെ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുമതിയില്ലാതെ തന്നെ വീടിനുള്ളിൽ പതിവായി തന്നെ പ്രാർത്ഥന നടത്തുന്നു എന്നതിനെ ചില ഗ്രാമവാസികൾ എതിർക്കുകയും അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ഒത്തുചേരൽ തടയുകയും ചെയ്തത്. അതേസമയം ഈ ഒത്തുചേരലാകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയും അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പോലീസ് പരിശോധനയിലാണ് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.